എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഈ റംബൂട്ടാനിലേക്ക് ക്ഷണിക്കുകയാണ്. റംബൂട്ടാൻ ഏതാണ്ട് തീർന്നു വരിക കേട്ടോ. അതിൻ്റെ സീസണൊക്കെ സമാപിക്കുക. ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഇതുപോലെ എഗ്രിമെൻ്റ് എടുത്തിട്ടേക്കുന്ന, കൊട്ടേഷൻ എടുത്തിട്ടേക്കുന്നത് മാത്രമേ കാണാൻ സാധിക്കും. ഏതാണ്ടൊരു അരേക്കറോളം സ്ഥലം, അരേക്കറല്ല ഒരേക്കറോളം സ്ഥലത്ത് ഇതൊക്കെ ഉണ്ടോ വലയിട്ട് മാറ്റി വെച്ചേക്കും. കാരണം നല്ല കളറാണ്, നല്ല ചുമന്ന തുടിച്ച കളറാണ് കണ്ടോ. നമുക്കറിയാം പത്തനംതിട്ട, കോട്ടയം ജില്ലയിലെ മിക്കവാറുമുള്ള പ്രദേശത്തുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ വിദേശത്ത് നല്ല ഡിമാൻഡാണ് ഇതിന്. ഈ പലത്തിന് ഈ നല്ല വിലയുണ്ട്. റംബൂട്ടാന് വിദേശത്താണെങ്കിൽ നല്ല വിലയുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ ഈ സാധനത്തിന് നല്ല വില. ഇവിടെ നല്ല വിലയുണ്ട്. നല്ല റംബൂട്ടാൻ കിട്ടണമെങ്കിൽ 1 കിലോയ്ക്കകത്ത് 200 രൂപ 300 രൂപ വിലയാണ്. അപ്പം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ കായ്ഫലം ഉണ്ടാകുമ്പോൾ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് ഇതെടുക്കുന്നത് കൂടുതലധികവും കേട്ടോ. അവർ വന്ന് കരാർ ഉറപ്പിച്ച് എഗ്രിമെൻ്റ് എഴുതി പൈസയും കൊടുത്ത് അഡ്വാൻസ് കൊടുത്ത് ബാക്കി പൈസ 2 തവണയായിട്ട് പറിക്കുമ്പോൾ തന്നെ കൊടുത്തും തീർക്കുന്നു. ഓക്കെ, നല്ലൊരു വീഡിയോ കാണുന്ന. പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്ത് റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ നല്ല ഫലപുഷ്ടമുള്ള, ശരീരത്തിന് ഏറ്റവും നല്ല ഒരു ഫ്രൂട്ട്സ് ഐറ്റങ്ങളിൽ പെട്ടതാണ്. എനിക്ക് തോന്നിയ റംബൂട്ടാൻ ഏറ്റവും കൂടിയ പെട്ടെന്ന്, അതായത് ഇപ്പോൾ ഒരു 10 വർഷത്തിനിടയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഫ്രൂട്ട്സ് ഇനത്തിൽ സജീവമായിട്ട് നിൽക്കുന്നത് റംബൂട്ടാൻ. ഓക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ ഒരു കാര്യം പറയുന്നത്, നമ്മൾ ചെയ്യുന്ന വാർത്തകൾ നിജസ്ഥിതി അറിഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ മാത്രമേ ചെയ്യും. നമ്മൾ ആരും കുറ്റപ്പെടുത്താനോ ആർക്കും വേദനിപ്പിക്കാനോ ഒന്നുമല്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉടനടി വാർത്ത ഒരിക്കലും ഉപദ്രവം ആർക്കും ഉണ്ടാകില്ല. പിന്നെ നമ്മൾ തെറ്റ് കണ്ടാൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. അത് ഒരു വ്യക്തിയിലോ ഒരു സമൂഹത്തിലോ നമ്മൾ കുറ്റപ്പെടുത്തില്ല. പക്ഷേ സത്യസന്ധമായിരിക്കണമെന്ന് അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഏതിനും പോസിറ്റീവ്, എല്ലാത്തിനും പോസിറ്റീവ്, എല്ലാം പോസിറ്റീവ് ആകത്തൊന്നുമില്ല. നെഗറ്റീവായിട്ടുണ്ടാകും, തീർച്ചയായിട്ടും കാണാം. ചിലർ നെഗറ്റീവ് കമൻറ്റുകൾ പറയുന്നത് കാണാം. ചിലർ ഒരു 10 പേര് പോസിറ്റീവ് കമൻറ്റുകൾ പറഞ്ഞാൽ 2 പേര് അല്ലെങ്കിൽ 3 പേര് നെഗറ്റീവ് കമൻറ്റ് പറയും. അത് സ്വാഭാവികമല്ലേ? എന്ത് ചെയ്താലും 2 കൂട്ടരുണ്ടാവുമല്ലോ. അപ്പം ഞാൻ ലൈവ് ഇടുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ എവിടെയാണോ യാത്ര ചെയ്യുന്നത്, എവിടെയാണോ നല്ല കാര്യങ്ങൾ കണ്ടാൽ അത് പോസ്റ്റ് ഇടും. അല്ലാത്ത നമ്മൾ തെറ്റ് കണ്ടാൽ ആ തെറ്റും നമ്മൾ പോസ്റ്റ് ചെയ്യും. അതിന് ഞാൻ നിങ്ങളുടെ വിനയത്തോടു കൂടിയുള്ള ഒരു സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, അതോട് കൂടാതെ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിർബന്ധമായിട്ട് ഞാൻ പറയുന്നു. നമ്മളെ ഒരു ഉയർച്ചയുടെ പാതയിലാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പ്രത്യേകിച്ച് എൻ്റെ പ്രേക്ഷകരുടെ സപ്പോർട്ട് വേണം. നാട്ടിലും വിദേശത്തുമുള്ളവർ നിരവധി പേർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, എൻ്റെ ചാനൽ കാണുന്നുണ്ട്. അവർക്കെല്ലാം 1000 നന്ദിയും പ്രാർത്ഥനയും ഉണ്ടാകും. ഹുസൈൻ റാവുത്തർ, പത്തനംതിട്ട ചുങ്കപ്പാറ. ഓക്കെ, താങ്ക് യു.